കോമഡിയൊക്കെ ചെയ്ത് നമ്മൾ ഒരു വിധം സെറ്റാക്കി വെച്ച ടി വി അതും ഇതൊക്കെ മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ എല്ലാം തീർന്നു. ഒന്നും ബാക്കിയില്ലാണ്ട് മൊത്തം ഇതായിട്ട് കിടക്കണം. അവിടെ മൊത്തം കനലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അത് ഞാൻ താമസിച്ചിരുന്ന ഒരു ഒറ്റ മുറിയും ഒരു അടുക്കള ഒരു ബാത്റൂമുള്ള ഒരു വീട്ടിലായിരുന്നു. മൊത്തം കനലെന്ന് പറഞ്ഞാൽ കട്ടിലൊക്കെ കനലായിട്ട് കിടക്കണം. അവിടെ ബൈക്ക് ഞങ്ങൾ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയിരിക്കണം. പലരും പല രീതിയിലായി. അത് ഇന്നതിൻ്റെ ഇതാണ്, ഇനി ഇവിടെ നിൽക്കരുത്, മരണം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് എന്ന് ആലോചിച്ച് സ്റ്റക്കായി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ? സ്റ്റക്കായി പോയി തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്റ്റക്ക് ഞാൻ പല സമയത്ത് നമ്മൾ മാനസികമായിട്ടൊന്ന് ഇത് ചെയ്തിട്ട് പുറത്ത് വരാറുണ്ട്. സ്റ്റക്കായതൊരു തവണ ഞാൻ ഏകദേശം ഒരു 14 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു. കല്യാണം കഴിഞ്ഞൊരു 1.5 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവിക രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വേറെ വീട് വാടക വീട്ടിലോട്ട് മാറി താമസിച്ചു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ തറവാട്ടിൽ തന്നെ വീട് വെച്ചു. അപ്പോൾ 14 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനാണ് പുതിയ വീട്ടിലേക്ക് മാറി. ആ വീട് തന്നത് ശരിക്കും കേശവമാമനിലൂടെയാണ്. കേശവമാമൻ തന്ന് പറയുകയാണെങ്കിൽ പിഷാരുടെ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്. കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണ കൊണ്ട് രക്ഷപ്പെട്ട ഒരാളെന്ന് പറയാൻ വേണമെങ്കിൽ കേശവമാമനെ പറയാം. ആ സമയത്താണ് കേശവമാമൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത് അമൃതയിൽ ചാനലിൽ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വാടക വീടുകളിലായിരുന്നു. അന്ന് സ്റ്റേജ് ഷോ മാത്രമാണ് കൂടുതൽ, പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് പടത്തിൽ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ഏതൊരു ഷൂട്ട് കോതമംഗലത്ത് എങ്ങാണ്ട് വരുന്നു. ഒരു പടത്തിൻ്റെ സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ വൈഫിനെ വീട്ടിൽ ആക്കിയേക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 12-1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് ടൂ വീലറിന് വരുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ വാടക വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ നല്ല മഴയും ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കണേണ്. ഗേറ്റ് തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡോർ തുറക്കാൻ പറഞ്ഞിട്ട്. ലൈറ്റൊക്കെ പോയിരിക്കുകയാണ്, അവിടെ കറണ്ടൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട്, എന്തോ കത്തിക്കരിഞ്ഞ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഡോർ തുറക്കാൻ ഡോർ തുറയാൻ ഈ ലോക്ക് ഇതായി താക്കോലിട്ട് തിരിഞ്ഞ്, പക്ഷേ ഡോർ അങ്ങനെ തുറക്കാൻ പറ്റില്ല, ഓപ്പൺ ആവണില്ല. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഈ ലൈറ്റിലെ ഡോറ് മാത്രമേ കാണുള്ളൂ, ഈ സൈഡിലോട്ട് നോക്കിയില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ഡോറ് തള്ളിയാണ് തുറന്നു കഴിഞ്ഞപ്പോൾ മൊത്തം കനലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അത് ഞാൻ താമസിച്ചിരുന്ന ഒരു ഒറ്റ മുറിയും ഒരു അടുക്കള ഒരു ബാത്റൂമുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ ചേർന്നുള്ള വീടാണത് എൻ്റെ. അപ്പോൾ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. രാത്രി ഭയങ്കര മഴ ഇടിവെട്ടൊക്കെ ആയിരുന്ന സമയത്ത് മൊത്തം കത്തി ജനലിൻ്റെ ചില്ലൊക്കെ തെറിച്ചു പോയി ശരിക്കും. മൊത്തം കനലെന്ന് പറഞ്ഞാൽ കട്ടിലൊക്കെ കനലായിട്ട് കിടക്കണം അവിടെ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ കോമഡിയൊക്കെ ചെയ്ത് നമ്മൾ ഒരു വിധം സെറ്റാക്കി വെച്ച ടി വി അതും ഇതൊക്കെ മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ എല്ലാം തീർന്നു. ഒന്നും ബാക്കിയില്ലാണ്ട് മൊത്തം ഇതായിട്ട് കിടക്കണം അവിടെ. അപ്പോൾ ഒന്നും അറിയാമല്ല, ഞങ്ങൾ സ്റ്റക്കായി നിൽക്കണം അവിടെ. എന്ത് ചെയ്യുന്നത് ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ എന്താ ഷോർട്ട് സർക്യൂട്ട് പോലെ എന്താണ്ടോ അവിടെ സംഭവം. എന്നിട്ട് ഞങ്ങളിത് അവിടെ നിന്നിട്ട് അപ്പോൾ ഇവള് കരച്ചിലൂടെ ഞാൻ അവിടെ നിന്നൊരു ധൈര്യം സംഭവിച്ച് നേരെ അങ്ങോട്ട്. അപ്പോൾ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഇരിപ്പുണ്ട് അവിടെ, അതൊന്നും പറ്റിയ ഇനി അത് പൊട്ടിയതാണെന്ന് അറിഞ്ഞൂടാ. വീട്ടുകാരെ ചെന്ന് വിളിച്ചു. അപ്പോൾ അവിടുത്തെ പയ്യൻ അവരൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ സംഭവം. അവർ അറിഞ്ഞിട്ടില്ല, ഇത് കരിഞ്ഞൊരു മണം വന്നെന്ന് പറഞ്ഞു. വേറെ തീയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ വന്ന് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്ന് അവർ തീയൊക്കെ അണച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സിലിണ്ടറിൻ്റെ ഭാഗത്തോട്ട് പോയത് എങ്ങനെ അപ്പുറത്തെ അടുക്കള സിലിണ്ടർ വന്ന് അവിടെ ചെന്നപ്പോൾ സിലിണ്ടർ മാത്രം പൊട്ടിയിട്ടില്ല. പക്ഷെ അവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ കരിഞ്ഞ് ഇതായിട്ടിരിക്കുകയാണ്. അത്ര തീയായിരുന്നു. അങ്ങനെ ഡോറുകളൊക്കെ മൊത്തം വളഞ്ഞ് അകത്തെ ഡോറൊക്കെ വളഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കിടത്തിപ്പോയി. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും ഭാഗ്യത്തിന് പാസ്പോർട്ടും SSLC ബുക്കും വേറെ കാര്യങ്ങളൊന്നും ഒരു ചെറിയ ഇതിലായിരുന്നു. ഒരു അലമാര ഉണ്ടായിരുന്നു. അലമാര പുറത്ത് തുണികളൊക്കെ കത്തി ഇത് ഉള്ളിലൊരു ഇതിലാണ് ഇതിരുന്നത്, ഒരു ജിപ്പിലാണ്. പക്ഷെ അത് മാത്രം അതിൻ്റെ വക്കത്തൊക്കെ വന്നിട്ടുണ്ട്, അരികത്തൊക്കെ ഇങ്ങനെ കത്ത് പിടിച്ചിട്ടുണ്ട്. ഇത് മാത്രം കത്തിയിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ പുറത്തോട്ട് പോകാൻ ഇല്ല, ഷോ ഒന്നുമില്ല അന്നേരം. ഷോ ആയിട്ടില്ല, സ്ഥലത്ത് പോയിട്ടില്ല. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇതൊക്കെ ഇറക്കി തന്നവർ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പലരും പല രീതിയിലായി. അത് ഇന്നതിൻ്റെ ഇതാണ്, ഇനി ഇവിടെ നിൽക്കരുത്, മരണം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായി. ഇപ്പോൾ സംഭവിച്ചത് യഥാർത്ഥത്തിലല്ല വന്നേക്കണത്. അപ്പോൾ ആളപായം വരെ പറഞ്ഞ് പലരും വരെയാണ് വ്യത്യാസം. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം നമുക്കെല്ലാം പോകാനുള്ളതെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ലാണ്ട് 0-ൽ നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ ബൈക്കും ഞങ്ങൾ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയിരിക്കുകയാണ്. നമ്മിനി ഉണ്ടാക്കിയതൊക്കെ പിന്നെ കുറച്ച് പൈസ എന്തോ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ ഇവള് കരച്ചിലും ഞാൻ എടുത്തോണ്ട് പേടിക്കണം, നമുക്ക് ആള് രക്ഷപ്പെട്ടല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വേഗം പിറ്റേ ദിവസം പണിക്കാരെയൊക്കെ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ നിന്നിട്ട് ഈ കത്തിയതൊക്കെ എടുത്ത് ബാക്കിലേക്ക് മാറ്റി എല്ലാം അടിച്ച് കഴുകി വയറിങ്ങിൻ്റെ ടീമിനെയൊക്കെ വിളിച്ചിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് ആ വീട് പുത്തനാക്കി. പിന്നെ
ആദ്യം നമ്മൾ താമസിച്ച അദ്ദേഹത്തിൻ്റെ പുത്തനാക്കിയിട്ട്. അപ്പോൾ അവിടെ കിടക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് പിന്നെ വാശിയായി അവിടെ കിടക്കണമെന്ന്. പിന്നെ എന്താണെന്ന് അറിയാൻ പിന്നെ 2 കൊല്ലം കൂടി ഞങ്ങൾ അവിടെ താമസിച്ചു ആ വീട്ടിൽ താമസിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് വേറെ വീട്ടിലോട്ട്. അവിടെ നിന്ന് തന്നെ വീട് വെച്ചല്ലോ. പിന്നെ ഒരു 7 വീട് ഞങ്ങളിപ്പോൾ ഈ 14 വർഷത്തിനുള്ളിൽ 7 വീട് താമസിച്ച് മാറി. അപ്പം അതിൽ നിന്ന് കുറേ പാഠങ്ങളൊക്കെ പഠിക്കാൻ പറ്റി നമുക്ക്. നമ്മുടെ എങ്ങനെ ജീവിക്കാന്നുള്ളതൊക്കെ മനസ്സിലായി, കഷ്ടപ്പാടുകളൊക്കെ. പക്ഷെ വീട്ടുകാരായിട്ടൊന്നും വിഷയമില്ല. നമ്മൾ വീട്ടിൽ അച്ഛനമ്മയൊക്കെ ആയിട്ട് എപ്പോഴും കാണും, അവരൊക്കെ ആയിട്ട് സന്തോഷമാണ്. എനിക്ക് തോന്നണത് നമ്മുടെ ഒരു നല്ല പഠിപ്പിന് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഇതുപോലെ ആയിപ്പോയി. ഈ കറക്കത്തിനിടക്കൊക്കെ ജീവിതം വരെയൊക്കെ പഠിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ജീവിക്കണം, സ്വന്തമായിട്ടൊരു നിലയിലെത്തണം എന്നുള്ളതല്ലേ, അത് പഠിക്കാൻ പറ്റിയ വീട്ടുകാർക്കൊക്കെ സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ തറവാടിൻ്റെ ചേർന്നാണ് വീട് വെച്ചേക്കണേ. ഇപ്പോൾ വീട് വെച്ചേ അച്ഛനമ്മയൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പം എല്ലാവരും ഫുൾ ഹാപ്പി, എല്ലാം ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് പോകുന്നു.